പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷമാണ് ഈ ചാനൽ ലെങ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഈ വേരിയന്റ് ഇറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ ഷോറൂമിൽ വന്നിട്ട് ഡയറക്റ്റ് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ നോർമലി എല്ലാത്തിൻ്റെ വീഡിയോസ് ഇടാറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാനൊക്കെ കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും. അതായത് 1 ലിറ്ററിൽ നമുക്കിപ്പോൾ GT എന്ന് പറയുന്നൊരു വേരിയന്റ് വരുന്നുണ്ട്. പക്ഷേ ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, നിങ്ങൾ ഫ്രണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ആ GTയുടെ ബാഡ്ജ് എവിടെയും കാണുന്നില്ല. പിന്നെ എന്താണ് ഇതിൽ GTയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഇതേത് സെഗ്മെന്റിലാണ് വരുന്നത്. അത് ഇപ്പോൾ തന്നെ കുറേ വേരിയന്റ് ഉണ്ട്. ഓക്കെ, ഇതിന് പുറമെ ഇതേ ടൈമിൽ തന്നെ വേറൊരു വേരിയന്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വേരിയന്റ് ഇവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ റിവ്യൂസ് ഞാൻ ഇടാം. ആ ഒരു വേരിയന്റിനെ പറ്റി എന്തായാലും പറയുന്നില്ല. നമുക്കിതിൽ 1 ലിറ്റർ ഇതെന്ന് വെച്ചാൽ നോർമലി ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 1 ലിറ്റർ TSI എഞ്ചിനാണ് കൊടുത്തുള്ളത്. അതിൽ സെയിം ഓട്ടോമാറ്റിക് ആണെങ്കിൽ ടോർക്ക് കൺവെർട്ടർ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ മാനുവലാണെങ്കിൽ 6 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. 1 ലിറ്റർ 115 PS പവർ, സെയിം എഞ്ചിന് സെയിം ഇതിന് മുമ്പുണ്ടായിരുന്ന എങ്ങനെയാണോ അതേ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കുറേ കോസ്മെറ്റിക് ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ്. അതായത് കുറേ സ്ഥലത്ത് ബ്ലാക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഇന്റീരിയറിലാണെങ്കിലും കുറേ കോമ്പിനേഷൻ ഉണ്ട്. അതായത് ഇത് ഹൈലൈൻ ആണോ, അതായത് മിഡിൽ ഓപ്ഷൻ ആണോ, അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ ആണോ എന്നൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു രീതിയിൽ, അതായത് അതിൻ്റെ രണ്ടിൻ്റെ മിഡിലാണ് ഈ ഒരു വേരിയന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ലൈനിൻ്റെ ഹെഡ് ലാമ്പ്, അതായത് ഫുൾ ഓപ്ഷൻ്റെ ഹെഡ് ലാമ്പാണ് കൊടുത്തുള്ളത്. ഈ ഒരു സ്ട്രിപ്പ് LED ഇതൊരു MT ക്യാപ്സ്യൂളാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് DRLൻ്റെ ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ഫുൾ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തുള്ളത്. ഇതിലാണ് ഹെഡ് ലാമ്പിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വേരിയന്റിൽ അവിടെയൊക്കെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രില്ലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഫുള്ളി ബ്ലാക്ക്, അതായത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തുള്ളത്. ഈവൻ ടോപ്പിലാണെങ്കിൽ ഇതൊക്കെ നമുക്ക് അതർ വേരിയന്റിലൊക്കെ ആണെങ്കിൽ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ഔട്ടാണ് ഗ്രില്ല് കൊടുത്തുള്ളത്. പിന്നെ തൊട്ട് താഴെ ഈ ഒരു എന്താ പറയുക ക്രോം ഫിനിഷ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷ് എൻ്റയർലി ഉണ്ടായിരുന്നു. അത് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ഫോഗ് ലാമ്പ് നോക്കുകയാണെങ്കിൽ കോർണറിങ് ഫംഗ്ഷനുള്ള ഫോഗ് ലാമ്പാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അതായത് ടോപ്പ് ലൈന് ഡീക്രോം ചെയ്ത പോലെ തോന്നും. എന്നാൽ സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. പിന്നെ അതിന് വീലിൻ്റെ അകത്തേക്ക് പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീല് ടോപ്പ് ലൈനിൻ്റെ സെയിം വീൽ തന്നെയാണ്. അതിൽ ബ്ലാക്ക് പെയിൻറ്റഡ് അലോയ് വീല്, അതായത് അലോയ് വീല് ബ്ലാക്ക് കളർ അടിച്ചു എന്ന് മാത്രം. 205 55 R17 17 ഇഞ്ചിനാണ് അലോയ് സൈസ് വരുന്നത്. സെയിം ടോപ്പ് ലൈനിൻ്റെ അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് പെയിൻറ്റഡ് അലോയ്. പക്ഷേ അതിൻ്റെ അകത്ത് കാലിപ്പർ സെയിം, നമുക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന സെയിം തന്നെയാണ്, അലൂമിനിയം ഫിനിഷ് തന്നെയാണ് കൊടുത്തുള്ളത്. അത്രയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിലൊന്നും ഒരു മാറ്റമില്ല. നമുക്ക് എല്ലാ ടൈഗുകളും പറയുന്ന പോലെ സെയിം തന്നെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് പെയിൻറ്റഡ് ആയിട്ട് ORVM കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഒരു റൂഫ് അതിൽ ഫുള്ളി ബ്ലാക്ക് ആണ്. അതായത് നമുക്ക് ബേസ് മോഡലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്പോർട്ടി തോന്നാൻ വേണ്ടിയിട്ട് ഫുള്ളി എല്ലാം ബ്ലാക്ക് കൊടുക്കുമ്പോൾ അതും കൂടി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് സൺറൂഫ് ഒന്നും വരുന്നില്ല. ഓക്കെ, സൺറൂഫ് ഒന്നും വരുന്നില്ല. പിന്നെ സൈഡിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ലൈനിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഫുൾ ഒരു ക്രോം ഫിനിഷ് കിട്ടും. പക്ഷേ സെയിം ആസ് നമുക്ക് ഹൈ ലൈൻ മിഡിൽ ഓപ്ഷൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ക്രോം ഫിനിഷ് മാക്സിമം അവർ കുറച്ചുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈബർ ഫിനിഷിലാണ് കൊടുത്തുള്ളത്. ടോപ്പ് ലൈനിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ഫിനിഷാണ് അവിടെ കൊടുത്തിട്ടുണ്ടാകുക. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ക്രോം ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോം ഫിനിഷ് തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കീലെസ് എൻട്രി കാണാൻ പറ്റില്ല. ഫുൾ ഓപ്ഷനിൽ കീലെസ് എൻട്രി ഉണ്ട്, മിഡിൽ ഓപ്ഷനിൽ നമുക്ക് കീലെസ് എൻട്രി വരുന്നില്ല. അപ്പോൾ സൈഡിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മിഡിൽ ഓപ്ഷൻ ആണോ എന്നും കൂടി തോന്നാം. ഒബ്വിയസ്ലി അതാണ് രണ്ടും കൂടി ഞാൻ ആദ്യം പറഞ്ഞു, സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടിയുള്ളൊരു മിക്സപ്പാണ് ഇത് കൊടുത്തുള്ളത്. ഓക്കെ, ഇനി റിയറിലേക്ക് വരികയാണെങ്കിൽ വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഷാർപ്പിന് ആൻറ്റിന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡീഫോഗർ ലൈൻസും അതുപോലെ തന്നെ വൈപ്പേഴ്സും ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. റിയറിൽ നമുക്ക് ഇൻഫിനിറ്റി ടൈൽ ലാമ്പ്, അത് ഒബ്വിയസ്ലി നമ്മൾ ടൈഗുണിൻ്റെ സിഗ്നേച്ചറാണ്, അത് ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയറിൽ ഈ ബാഡ്ജ് ഉണ്ട്, നിങ്ങൾ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ടൈഗൂൺ എന്നുള്ള ബാഡ്ജ് ആണെങ്കിലും ഇപ്പോൾ TSI എന്നുള്ള ബാഡ്ജ് ആണെങ്കിലും ഞാൻ പറഞ്ഞു GTയുടെ ബാഡ്ജ് എവിടെയും കൊടുത്തില്ല. റിയറിലാണെങ്കിൽ എവിടെയും കൊടുത്തിട്ടില്ല. ഈ 1 ലിറ്റർ GT എന്ന് പറഞ്ഞ പേരിന് ജസ്റ്റ് പേര് മാത്രമാണ് GT, വേറെ ബാഡ്ജോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ഫുള്ളി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു മാത്രം. പിന്നെ ബാക്കി നോർമൽ വേരിയന്റിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രോം ഫിനിഷാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയറിൽ നിങ്ങൾക്ക് 3 സെൻസേഴ്സ് കാണാൻ പറ്റും അവിടെ. അതുപോലെ തന്നെ ക്യാമറയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് എക്സ്റ്റീരിയറിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഓവറോൾ ലുക്ക് നിങ്ങൾ കണ്ടുവന്നായിരിക്കുന്നു. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയാതെ. അത് ഈവൻ ബൂട്ട് സ്പേസ് ആണെങ്കിൽ കാണിക്കാതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊന്നും വേറെ ചേഞ്ചസ് ഇല്ല. അവിടെ വേറെ അഡീഷണൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇവർ. അപ്പോൾ ഇത്രയാണ് പുറമേ എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് അൺലോക്ക് ചെയ്യാം. ഓട്ടോ ഫോൾഡിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓട്ടോ ഫോൾഡിങ് വരുന്നുണ്ട്. ഇത് കീലെസ് എൻട്രി ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഡോർ പാഡിൽ എന്തൊക്കെ ഓപ്ഷൻസാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 4 പവർ വിൻഡോ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഇതിലും കൊടുത്തിട്ടുണ്ട്. ORVM നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബാണ്, നമുക്കിവിടെ കൊടുത്തില്ല. പിന്നെ ഇവിടെയൊക്കെ ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലോക്ക് അൺലോക്ക് ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കേഴ്സൊക്കെ നമുക്ക് സെയിം, അതായത് ഇതിനു മുമ്പ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ
4 ഡോറിലും സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സബ് ബൂഫറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സബ് ബൂഫറോ അതുപോലെ തന്നെ ആംപ്ലിഫയർ ഒന്നും ഈ ഒരു വേരിയന്റിൽ വരുന്നില്ല. ഇത് മാനുവലാണ് വരുന്നത്. അപ്പോൾ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലിലാണെങ്കിൽ എക്സ്-ഷോറൂം പ്രൈസ് 14,08,000 അടുത്തും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 15,86,000 അടുത്താണ് എക്സ്-ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലല്ല വരുന്നത്, മാനുവൽ. പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ മാനുവൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണൊന്ന് ഹീറ്റായിട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുറമെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും 36 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ ചൂടുള്ളത്, ടെമ്പറേച്ചർ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഫോണൊന്ന് ഓഫായി ഇപ്പോൾ നമ്മൾ ഉള്ളിലിരിക്കുകയാണ്, AC കാര്യങ്ങളൊക്കെ ഓണിലാണ്, നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം റിവ്യൂ കാര്യങ്ങളൊക്കെ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇതിൽ, അതായത് നമ്മുടെ ഫുൾ ഓപ്ഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ അടക്കം മാനുവലും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആ ഒരു ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇവിടെ റേഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റീരിയോ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈലന്റ് ബട്ടൺ ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, സൈലന്റ് ബട്ടൺ ഇത്രയാണ് ഉണ്ടായിരുന്നില്ല. സൈലന്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഒബ്വിയസ്ലി ഈ ഒരു നമ്മുടെ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് ഹൈലൈനിലുള്ള സെയിം ക്ലസ്റ്റർ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അതായത് മിഡിൽ ഓപ്ഷനിലുള്ള സെയിം ക്ലസ്റ്റർ, മിഡിൽ ചെറിയൊരു പോർഷൻ ഡിജിറ്റലും അതുപോലെ തന്നെ 2 സൈഡിൽ സ്പീഡോമീറ്റർ, ഈ ഒരു സൈഡിൽ RPM മീറ്ററും കൊടുത്തിട്ടുണ്ട്. അത്രയാണല്ലോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല ഇതിൽ ഇവിടെയായിട്ട് കീ പ്ലേസ് ചെയ്യണം, നമ്മുടെ ഹൈലൈനിൽ ആസ് യൂഷ്വൽ ഹൈലൈനിലുള്ള പോലെ തന്നെ. ഹെഡ് ലാമ്പിൽ ഓട്ടോ മോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇത് ബാക്കിയുള്ള വേരിയന്റിലൊക്കെ ആണെങ്കിൽ ഒരു ഗ്രേ കളർ ഫിനിഷ് ആണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ എന്ന് വെച്ചാൽ ഫുള്ളി ബ്ലാക്ക് ആണ്. അത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഉള്ളിൽ കണ്ടാൽ മനസ്സിലാവും എല്ലാ വീടും, അതായത് ഇവിടെയൊക്കെ ഒരു കളർ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോൾഡൻ കളർ, അങ്ങനത്തെ ഒരു കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റൂഫിലൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഫുള്ളി ബ്ലാക്ക് ആണ് ഇന്റീരിയർ ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മിറർ ഓട്ടോ ഡിമിങ് അല്ല വരുന്നത്, മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അതിൽ കൊടുത്തില്ല. സ്റ്റീരിയോ നമുക്ക് സെയിം ആണ്, ഹൈലൈനിലൊക്കെ ഉള്ള സെയിം സ്റ്റീരിയോ, ഫുൾ ഓപ്ഷനിൽ സെയിം സ്റ്റീരിയോ തന്നെയാണ്. AC-യുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 6 സ്പീഡ് മാനുവലാണ് വരുന്നത്, ഇതിൻ്റെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടറാണ് വരുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഈ ഒരു ലീവർ തന്നെയാണ് ഇതിൽ കൊടുത്തില്ല. ഇവിടെ കീ പ്ലേസ് ചെയ്യാനുള്ള ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അത്രയാണ് ഉള്ളിൽ പറയാനുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജസ്റ്റ് ഇപ്പോൾ കാണുന്ന രീതിയിലാണ്. പിന്നെ ഇവിടെ കൊടുത്തൊരു ഫിനിഷ് നിങ്ങൾക്ക്, അതായത് മറ്റേ വേരിയന്റിൽ നിന്നൊക്കെ നോർമൽ വേരിയന്റിനൊക്കെ ഒരു ഡിഫറൻ്റ് ആണ്. അത്ര എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്ന അറിയത്തില്ല. ഇവിടെ എന്താ കളർ ഫെയ്ഡ് ആയ പോലെ ഉണ്ട്, അതൊരു ഡിസൈനായിട്ട് തന്നെയാണ് അതിൽ കൊടുത്തില്ല. പിന്നെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ സെയിം സ്പേസ്, അതുപോലെ തന്നെ കൂളിംഗ് ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എല്ലാവിടെയും ഒരു ബ്ലാക്ക് ഓപ്ഷൻസ് ആണ്. ഇവിടെയൊക്കെ ആണെങ്കിലും ഇന്റീരിയർ ഫുള്ളി നമുക്ക് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് സ്റ്റിച്ചിങ് ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്രയാണ് പറയാനുള്ളത്. സീറ്റ് ആണെങ്കിൽ സെയിം നമുക്ക്, അതായത് ഫുൾ ഓപ്ഷനുള്ള സെയിം സീറ്റ് ആണ്, ലെതർ പ്ലസ് ലെതറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതും ഫുള്ളി ബ്ലാക്ക് ഔട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് സ്ലൈഡ് ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ സ്ലൈഡ് ചെയ്യാം. ഉള്ളിൽ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഫുൾ റിവ്യൂ ആയിട്ടും ചെയ്യില്ല, എനിക്കറിയാം കുറേ ഫീച്ചേഴ്സ് കാര്യത്തിൽ നോർമൽ വേരിയന്റിന് ചിലപ്പോൾ മിസ്സായി പോകണ്ടാവും. എന്നാൽ ഞാൻ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്ന് പറയാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ റിയർ പോർഷൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ റിയറിലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, ഒരു പാർസൽ ട്രേ റിയറിൽ കൊടുത്തിട്ടുണ്ട്, ക്യാബിൻ ലൈറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി ബ്ലാക്ക് ആണ് നമുക്ക് ഇന്റീരിയറിൽ കൊടുത്തില്ല. ഇതാണ്. പിന്നെ AC വെന്റ് ഇതിലും കൊടുത്തിട്ടുണ്ട് സെയിം. പിന്നെ അതുപോലെ തന്നെ തൊട്ടതായ ചാർജിങ് പോർട്ട്, C2C ചാർജിങ് പോർട്ട് ഉണ്ട്. നമുക്കതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പിൻ സീറ്റ് ബെൽറ്റ് നമുക്ക് 3ലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 പേർക്കും കൊടുത്തിട്ടുണ്ട്. അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഒരു വണ്ടി വന്നപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് വെച്ചു. ചാനൽ എപ്പോഴും എല്ലാവർക്കും അറിയാം, ഫോക്സിൻ്റെ എല്ലാ വണ്ടിയുടെ വീഡിയോസ് ഇടാറുണ്ട്. പിന്നെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്, ഈ ഒരു എന്താണ് GT Plus സ്പോർട്ട് എന്ന് പറയുന്ന പേരിൻ്റാണ്. ഇത് നിങ്ങൾ വിചാരിക്കും ഫുൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു GT സ്പോർട്ട് ആണെന്ന്. പക്ഷേ ഇതിലും കുറേ മാറ്റങ്ങളുണ്ട്. അതെന്തായാലും അടുത്ത വീഡിയോസിൽ ഉണ്ടാവും. എന്തായാലും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് ഏതൊരു വേരിയൻ്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈ ലൈനും അല്ല ടോപ്പ് ലൈനില്ല, രണ്ടിൻ്റെ മിഡിൽ വരുന്ന ഒരു ഓപ്ഷൻസ് ആണ്. കുറേ ഫീച്ചേഴ്സ് ടോപ്പ് ലൈനിൻ്റെയും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഹൈ ലൈനിൻ്റെയും കുറേ ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, 14,08,000 ആണ് ഇതിൻ്റെ മാനുവലിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് നമ്മളൊരു ഹൈ ലൈനിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതലും, എന്നാൽ ടോപ്പ് ലൈനിൻ്റെ അത്രയും പ്രൈസ് ഇതിന് വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോവാണ്, സെയിം ആണ് അവസ്ഥ. 15,86,000 ആണ് ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് വീഡിയോകൾ. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നെക്സ്റ്റ് വീഡിയോസ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ വരുന്നതായിരിക്കും GT സ്പോർട്ടിൻ്റെ. എന്തായാലും സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് വീഡിയോസ് കാണാം. ബൈ ബൈ.